വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമേരിക്ക കൂടി ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പക്ഷേ ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞ ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു നടന്ന ആളുകളല്ല, ബൈബിളിൽ തന്നെ ഇതിൻ്റെ സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ചില കുതിരകളുടെ അവരുടെ പതാകകളിലുള്ള പതാകയുടെ നിറങ്ങളും ചില അടയാളങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മുൻപ് ബൈബിളിൽ പ്രവചിച്ച അതേ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തിൽ പറയുന്ന ജൂതർക്ക് അവസാനം സംഭവിക്കാവുന്ന ചില ദുരന്തങ്ങളും പിന്നീട് മഹ്ദി ഇമാമിൻ്റെ വരവും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് കൂടി അംഗീകരിക്കേണ്ടി വരും. ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിലേക്ക് അമേരിക്ക കൂടി ഇടപെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ബൈബിൾ പണ്ഡിതന്മാർ ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ യുഗാവസാനത്തിൻ്റെ അടയാളമാണ് എന്ന രീതിയിൽ പറയുന്നത്. സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മുസ്ലിം മതവിശ്വാസ പ്രകാരം അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്, ഒടുവിൽ ജൂത സൈന്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമെന്നും ആ ജൂത സൈന്യത്തിന് അവസാനം വരെ അവസാനത്തെ ആളെയും കൊന്നൊടുക്കിയിട്ട് മാത്രമേ ലോകം അവസാനിക്കൂ എന്ന രീതിയിലൊക്കെ മുസ്ലിം മതവിശ്വാസികൾ പറയാറുണ്ട്. സമാനമായ മറ്റൊരു അഭിപ്രായമാണ് ഇപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ പറയുന്നൊരു നടപടി പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ബൈബിളുമായി ബന്ധപ്പെട്ട്. അതിൽ കുറച്ച് നിറങ്ങൾ പറയുന്നുണ്ട്. ഈ നിറങ്ങൾ സത്യത്തിൽ ഈ ലോകാവസാനത്തിൻ്റെ അടയാളം എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് അപ്പോക്കലിപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നൊരു ഭാഗം 4 കുതിര പടയാളികളുടെ ചിത്രങ്ങളിലെ ആ നിറങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ആ നിറങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന യുദ്ധം അമേരിക്ക കൂടി ഇടപെടുന്നതോട് കൂടിയിട്ട് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്നാണ് ബൈബിൾ പണ്ഡിതനായ റബ്ബി ജോനാഥൻ ഖാൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഞാനീ പറയുന്നത് ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ ജൂതന്മാരടക്കം ക്രിസ്ത്യാനികളടക്കം വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിലതാണ്. അപ്പോൾ അതിൽ 4 കുതിരപ്പടയാളികളുടെ ചിത്രങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ നിറങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് കീഴടങ്ങുക, അതായത് കുതിരപ്പടയാളികളുടെ ചിത്രത്തിൽ കീഴടങ്ങുന്ന ഒരു കുതിരപ്പടയാളികളുടെ ഒരു രൂപമുണ്ട്. അതിന് വെളുത്ത നിറമാണുള്ളത്. ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നതാണ്. മറ്റൊന്ന് യുദ്ധത്തിൻ്റെ നിറമായിട്ട് ചുവപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്ഷാമത്തിൻ്റെ അടയാളമായിട്ട് കറുപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മരണത്തിൻ്റെ അടയാളമായിട്ട് പച്ചയോ അല്ലെങ്കിൽ മങ്ങിയ കളറോ ആണ്. അപ്പോൾ ഈ രീതിയിൽ പലസ്തീൻ്റെ പതാകയിലും ഇറാൻ്റെ പതാകയിലുമൊക്കെ ഈ നിറങ്ങളുണ്ടെന്നും ഈ നിറങ്ങൾ സത്യത്തിൽ ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിലത്തെ 3 കളറുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. 2023 ഒക്ടോബറിലാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത്. ആ ഹമാസിൻ്റെ ആക്രമണം സത്യത്തിൽ ബൈബിൾ പ്രവചനം പോലെയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു മതപശ്ചാത്തലമാണോ അതോ ഒരു സാമ്രാജ്യത്വ അധിനിവേശമാണോ? ഈ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശിയായ നിയാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഞാനിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ സൈബർ ഇടങ്ങളൊക്കെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കി, ഇസ്രായേൽ അതുപോലെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ കൗതുകം തോന്നി. ഒന്ന്, ഇതിന് മതപരമായ ഒരു പശ്ചാത്തലം, ലോകാവസാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ കുറേ ആളുകൾ അതിന് അടയാളപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ കുറേ പേരുടെ കമൻറ്റുകൾ പറഞ്ഞാൽ ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. അതാണ് ഇന്ന് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പക്ഷം പിടിക്കലുണ്ടാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് കൗതുകമുണ്ട്. അതേപോലെ അതൊരു ഭയാശങ്കകൾക്ക് ഇടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചില ആളുകൾ പിന്തുണക്കുന്നതായിട്ടും, അതേപോലെ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ചില ആളുകൾ ഇറാനെ പിന്തുണക്കുന്നത് പോലെ ആയിട്ടൊക്കെ കമൻറ്റുകൾ ഞാൻ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു മതയുദ്ധമായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ കാണുന്നതെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ചില നയതന്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം 1968 ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ലംഘനം ഇറാനിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അവിടേക്ക് ആദ്യമായി മിസൈലുകൾ അയക്കുന്നത്, അവിടെ ആക്രമണം നടത്തുന്നത്.
പക്ഷേ അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ കാണുന്നു, പ്രതികരിക്കുന്നു എന്നൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിനൊരു ഇസ്ലാമിക് പശ്ചാത്തലം ഇറാന് പിന്തുണ നൽകേണ്ട കാര്യമൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുക. കാരണം എന്താ വെച്ചാൽ പ്രധാനമായിട്ടും അവിടെ അറബ് കൺട്രീസിനിടയിൽ ചില ഒരു ചേരിതിരിവുണ്ട്. അത് ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ അറിയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പരമ്പരാഗതമായ ഒരു വൈദ്യം ഈ അറബ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, അതായത് പ്രവാചകൻ്റെ മരണം സംഭവിച്ചതും മുതൽ ഉള്ളൊരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ പ്രശ്നം ഇപ്പോഴുമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറാനെ പിന്തുണക്കുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗം ആളുകളാണ് അവരെ പിന്തുണക്കുന്നതെന്ന്. ഇറാനെ പിന്തുണക്കുന്ന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ എന്ന് പറയുമ്പോൾ ഹൂത്തികൾ, അതുപോലെ ഹിസ്ബുള്ള, സിറിയ, അതുപോലെ ഇറാഖിലെ ഷിയ വിഭാഗക്കാർ, അതേപോലെ ലബനാൻ, ഇങ്ങനെയുള്ള ഷിയായിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഷിയ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റുകളൊക്കെയാണ് ഇറാന് പിന്തുണയുമായിട്ട് വരുന്നത്. മറ്റ് GCC കൺട്രീസ്, അതായത് സുന്നി മേധാവിത്വത്തിൽ നിലനിന്നു പോകുന്ന രാഷ്ട്രങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇറാഖിനെ പിന്തുണക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ പരോക്ഷമായിട്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്ന നയമാണ് ഇപ്പോഴും പിന്തുടരുന്നത്. കാരണം അമേരിക്കയ്ക്കും ഇതൊരു ഭീഷണിയാണ്. കാരണം ഇറാൻ ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് അറബ് ലോകത്ത് വരികയാണെങ്കിൽ നമ്മുടെ ഭാവിയിലെ എണ്ണ വ്യാപാരത്തെയും മറ്റുമൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. എണ്ണയുടെ വില നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അമേരിക്കയ്ക്കുള്ള ഇടപെടലുകൾ മറ്റുമൊക്കെ ഇല്ലാതായി പോകും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിന് അവിടുത്തെ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റമാണെങ്കിലും മറ്റാണെങ്കിലും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഇറാൻ വളരുകയാണെങ്കിൽ അതൊരു വലിയ സാമ്രാജ്യത്വ ശക്തിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റ് രാഷ്ട്രങ്ങൾ ഷിയായിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോഴും പിന്തുണ നൽകുന്നുണ്ട്. അതേപോലെ ഇറാന് ചുറ്റുമുള്ള മറ്റു ചെറു രാഷ്ട്രങ്ങളെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ ഇറാന് കഴിയും എന്നുള്ള ഒരു വേവലാതി മറ്റ് സുന്നി രാഷ്ട്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം സൗദി അറേബ്യ ആണെങ്കിലും ദുബായ് ആണെങ്കിലും മറ്റുള്ള കുവൈത്ത് ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഈ ഭയപ്പാടുകളുണ്ട്. ഏത് സമയത്തും ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താനും ഇറാന് ഒരു ശക്തിയായി വന്നാൽ, ഒരു സാമ്രാജ്യത്വ ശക്തിയായി വന്നാൽ തങ്ങൾക്കൊക്കെ ഭീഷണിയാകും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. അത് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടത് ഈ ഒരു സാമ്രാജ്യത്വപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. അല്ലാതെ നമ്മൾ ഇറാനുമായോ ഇസ്രായേലുമായോ ഒരു ചേരി തിരിഞ്ഞുകൊണ്ട് പിന്തുണ നൽകേണ്ടതും അതിന് പ്രൊമോഷൻ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു മതപശ്ചാത്തലമാണോ അതോ ഒരു സാമ്രാജ്യത്വ അധിനിവേശമാണോ? ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.